ഹായ് എവരി വൺ. ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് അപ്രീസിയേഷൻ റൈറ്റിംഗ് ആണ്. ഒരു ആസ്വാദന കുറിപ്പ് എങ്ങനെ എഴുതാം എന്നുള്ളതാണ്. വളരെ ഈസി ആയിട്ട് എങ്ങനെ എഴുതാം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. നമ്മൾ പാട്ടുകളുടെയോ കവിതകളുടെയോ അല്ലെങ്കിൽ ചില പ്രത്യേക പ്രസംഗങ്ങളുടെയോ ഒക്കെ അപ്രീസിയേഷൻ എഴുതാറുണ്ട് അല്ലേ? അപ്പൊ അപ്രീസിയേഷൻ എങ്ങനെ ഭംഗിയായിട്ട് എളുപ്പത്തിൽ എഴുതാം എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. അതിനു വേണ്ടിയിട്ട് ഇംഗ്ലീഷ് 10ാം ക്ലാസ് ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 64, പുതിയ 10ാം ക്ലാസ് ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 64 ഒരു അപ്രീസിയേഷൻ എഴുതേണ്ട ഒരു ഫോർമാറ്റ് കൊടുത്തിട്ടുണ്ട്. ആ ഫോർമാറ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അതിൽ 5 വിഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്നാമത്തത് ടൈറ്റിൽ, രണ്ടാമത്തത് ഇൻട്രൊഡക്ഷൻ, മൂന്നാമത് തീം, നാലാമതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും പോയറ്റിക് ഡിവൈസസ്, ഏറ്റവും അവസാനമായിട്ട് കൺക്ലൂഷൻ. ഇങ്ങനെ 5 വിഭാഗങ്ങളായിട്ട് തിരിച്ചതായിട്ട് നമുക്ക് കാണാം. ഇവ ഓരോന്നും എങ്ങനെയാണ് എഴുതേണ്ടത് എന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യമായി ടൈറ്റിലാണ്. ഒരു ആസ്വാദന കുറിപ്പിന് എങ്ങനെയാണ് നമ്മൾ ടൈറ്റിൽ എഴുതേണ്ടത്? അവിടെ കൊടുത്തിട്ടുണ്ട് അല്ലെ, നെയിം ഓഫ് ദി പോം ഓർ എ ടൈറ്റിൽ ഓഫ് യുവർ ചോയ്സ്. നെയിം ഓഫ് ദി പോം, ആ കവിതയുടെ പേര് നിങ്ങൾക്ക് ഹെഡിങ് ആയിട്ട് കൊടുക്കാം. ഓർ അല്ലെങ്കിലോ എ ടൈറ്റിൽ ഓഫ് യുവർ ചോയ്സ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ഹെഡിങ് നിങ്ങൾക്ക് അവിടെ കൊടുക്കാം. ഇതുമായി ബന്ധപ്പെട്ട് ഇതിനോട് സാമ്യമുള്ള അനുയോജ്യമായിട്ടുള്ള യോജിക്കുന്ന ഏതെങ്കിലും ഒരു ടൈറ്റിൽ നിങ്ങൾക്ക് അവിടെ കൊടുക്കാം, ഹെഡിങ് ആയിട്ട് ടൈറ്റിൽ ആയിട്ട് കൊടുക്കാം. രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ആണ്. ഇൻട്രൊഡക്ഷന്റെ ഭാഗത്ത് എന്താണ് എഴുതേണ്ടത്? അത് അവിടെ കൊടുത്തിട്ടുണ്ട് അല്ലെ. ഇൻട്രൊഡ്യൂസ് ദ ഓതർ ആൻഡ് ദ തീം ഓഫ് ദി പോം ഇൻ ജനറൽ. ഇൻട്രൊഡ്യൂസ്, നിങ്ങൾ പരിചയപ്പെടുത്തുക ദി ഓതർ, ഓതറിനെ കുറിച്ച്, ഇത് എഴുതിയ ആളെ കുറിച്ച്. ഒരു കവി ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു സ്പീക്കർ ആയിരിക്കാം, ഒരു ഓതർ ആയിരിക്കാം, അല്ലെങ്കിൽ റൈറ്റർ ആയിരിക്കാം. അയാളെ കുറിച്ച് പരിചയപ്പെടുത്തുക. ആൻഡ് ദ തീം ഓഫ് ദി പോം ഇൻ ജനറൽ. ആൻഡ് രണ്ടാമതായിട്ട് നിങ്ങൾ പരിചയപ്പെടുത്തുന്നത് എന്താണ്? തീമാണ്, ആശയത്തെ കുറിച്ചാണ്. ഓഫ് ദി പോം, ആ കവിതയുടെ. ഇൻ ജനറൽ, പൊതുവായിട്ട്. അപ്പൊ പൊതുവായിട്ട് ആ കവിതയിൽ പറയുന്ന ഒരു ആശയം എന്താണോ അത് നിങ്ങൾ എന്ത് ചെയ്യുക? പരിചയപ്പെടുത്തുക. മൂന്നാമത്തെ സെക്ഷൻ ആയിട്ട് തീം എന്നുള്ള ഭാഗത്ത് ഇന്റർപ്രിട്ടേഷൻ ഓഫ് ദി തീം. ഇന്റർപ്രിട്ടേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണോ അത് വായിച്ചിട്ട് മനസ്സിലായത്, ആ തീം ആശയം എന്താണോ നിങ്ങൾക്ക് മനസ്സിലായത് അത് മനസ്സിലാക്കിയത് എഴുതി വെക്കുന്നതാണ്. അപ്പൊ നമ്മൾ മുകളിൽ പറഞ്ഞ ആ ഒരു തീം ജനറൽ ആയിട്ട് പറഞ്ഞു, പൊതുവായിട്ടുള്ള കാര്യം പറഞ്ഞു. ഇനി അതിന് വിശാലമായിട്ട് എഴുതുന്നതിനെയാണ് ഇന്റർപ്രിട്ടേഷൻ ഓഫ് ദി തീം. ആ തീമിൽ ആ ആശയത്തെ കുറിച്ച് എന്തൊക്കെയാണ് അതിൽ പറയുന്നത് എന്നുള്ളത് എഴുതി വെക്കേണ്ട സ്ഥലമാണ് തീം എന്ന് പറയുന്ന ഭാഗം. ഇനി നാലാമതായിട്ട് പോയറ്റിക് ഡിവൈസസ് എന്നുള്ള പറയുന്ന വിഭാഗമാണ്. എന്താണ് ആ ഭാഗത്ത് എഴുതേണ്ടത്? എക്സ്പ്ലെയിൻ ദ പോയറ്റിക് ഡിവൈസസ് യൂസ്ഡ് ഇൻ ദി പോം വിത്ത് എക്സാമ്പിൾസ്. എക്സ്പ്ലെയിൻ, വിശദീകരിക്കുക, ദ പോയറ്റിക് ഡിവൈസസ്, ഇതിൽ ഉപയോഗിച്ച പോയറ്റിക് ഡിവൈസുകൾ ഏതൊക്കെയാണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യുക. ഈ കവിതയിൽ ഉപയോഗിച്ച വിത്ത് എക്സാമ്പിൾസ്, എക്സാമ്പിൾ അടക്കം നമ്മൾ എന്ത് ചെയ്യണം? അവിടെ എഴുതി വെക്കണം, എക്സാമ്പിളും കൊടുക്കണം. മെൻഷൻ ദ മീറ്റർ, റൈം ആൻഡ് ട്യൂൺ. അതിൽ നമ്മൾ മീറ്റർ, അതുപോലെ റൈമിംഗ് സ്കീം, റൈമിംഗ് വേർഡ്സ് പോലെയുള്ള കാര്യങ്ങൾ, ട്യൂണ്, ഇതൊക്കെ നമുക്ക് അവിടെ ഉൾപ്പെടുത്താം. നമുക്കറിയാം പോയറ്റിക് ഡിവൈസ് എന്ന് പറഞ്ഞാൽ ഒരു കവിത അല്ലെങ്കിൽ ഒരു വർക്ക് മനോഹരമാക്കാൻ വേണ്ടിയിട്ട് കവികൾ ഉപയോഗിക്കുന്ന ചില ടെക്നിക്കുകൾ ഉണ്ട് അല്ലെ. ആ ടെക്നിക്കുകളെയാണ് നമ്മൾ പോയറ്റിക് ഡിവൈസ് അല്ലെങ്കിൽ ലിറ്റററി ഡിവൈസ് എന്നൊക്കെ പറയാം. അലിട്രേഷൻ പോലെയുള്ള, റൈമിംഗ് സ്കീം പോലെയുള്ള, അതുപോലെ സിമിലി, മെറ്റഫർ പോലെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ എക്സാമ്പിൾ അടക്കം ഈ കവിതയിൽ നമ്മൾ എഴുതുന്ന അപ്രീസിയേഷൻ എഴുതുന്ന കവിത ഏതാണോ അത് കവിതയിലുള്ള എക്സാമ്പിൾ അടക്കം നമ്മൾ എഴുതി വെക്കണം. ഇനി ഏറ്റവും അവസാനമായിട്ട് കൺക്ലൂഷൻ ആണ്. കൺക്ലൂഷന്റെ ഭാഗത്ത് നമുക്ക് എന്തൊക്കെ എഴുതാൻ പറ്റും? കണ്ടംപററി റിലവൻസ് ഓഫ് ദി പോം. ഇന്നത്തെ കാലത്ത് ഈ കവിതയ്ക്കുള്ള പ്രാധാന്യത്തെ കുറിച്ച് എഴുതാം. ദ ലൈൻസ് യു ലൈക്ക് ദി മോസ്റ്റ്, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള വരികളെ കുറിച്ച് നിങ്ങൾക്ക് എഴുതാം. യുവർ റീസൺസ്, അതിന്റെ കാരണങ്ങൾ നിങ്ങൾക്ക് എഴുതാം. അപ്പൊ ഏറ്റവും അവസാനമായിട്ട് കൺക്ലൂഷൻ ആയിട്ട് ഇന്നത്തെ കാലത്ത് കണ്ടംപററി റിലവൻസ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്തുള്ള പ്രാധാന്യം ഓഫ് ദി പോം, ആ കവിതയുടെ. ദ ലൈൻസ് യു ലൈക്ക് ദി മോസ്റ്റ്, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വരികൾ ഏതൊക്കെയാണ്, യുവർ റീസൺസ്, അതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് കൺക്ലൂഷന്റെ ഭാഗമായിട്ട് എഴുതേണ്ടത്. ഇതാണ് നമ്മുടെ ടെക്സ്റ്റിൽ തന്നിട്ടുള്ള ഫോർമാറ്റ്. ഇനി ഇതേ ഒരു ഫോർമാറ്റിനെ ഒരു സിമ്പിൾ ആയിട്ട് എളുപ്പത്തിൽ മനസ്സിലാകുന്ന രൂപത്തിൽ പറയുകയാണെങ്കിൽ ഇപ്പൊ ഈ കാണിക്കുന്ന പോലെ, സ്ക്രീനിൽ കാണുന്ന പോലെ ഒരു 4 ഭാഗങ്ങളാണെന്ന് വിചാരിക്കുക. ഹെഡിങ്, പാരഗ്രാഫ് നമ്പർ 1, പാരഗ്രാഫ് നമ്പർ 2, പാരഗ്രാഫ് നമ്പർ 3, ഇങ്ങനെ 3 പാരഗ്രാഫും ഒരു ഹെഡിങ്ങും ആണെന്ന് വിചാരിക്കുക. അപ്പൊ ഹെഡിങ് നമ്മൾ എങ്ങനെയാണ് എഴുതേണ്ടത്? ആൻ അപ്രീസിയേഷൻ ഹൈഫൺ നെയിം ഓഫ് വർക്ക്. അപ്പോൾ ഹെഡിങ് ആയിട്ട് നമുക്ക് കൊടുക്കാം, നമുക്ക് ഇഷ്ടമുള്ള ഹെഡിങ് കൊടുക്കാം. അപ്പൊ ഞാൻ ഇവിടെ സാധാരണ ഒരു സാമ്പിൾ മോഡൽ തന്നാണ്. ആൻ അപ്രീസിയേഷൻ, ആസ്വാദന കുറിപ്പ്, ഹൈഫൺ ഇട്ടിട്ട് നമ്മൾ ഏത് വർക്കിന്റെ, ഏത് കവിതയുടെ ആസ്വാദന കുറിപ്പാണോ എഴുതുന്നത് ആ ഒരു കവിതയുടെ പേര് അവിടെ ഇൻവേർട്ടർ കോമിൽ ഹെഡിങ് ആയിട്ട് കൊടുക്കാം. അപ്പൊ ആൻ അപ്രീസിയേഷൻ ഹൈഫൺ നമ്മൾ ഏത് കവിതയുടെ പേരാണോ എഴുതുന്നത്, ഏത് കവിതയുടെ ആസ്വാദന കുറിപ്പാണോ എഴുതുന്നത് ആ ഒരു കവിതയുടെ പേര് അവിടെ ഹെഡിങ് ആയിട്ട് കൊടുക്കാം. അപ്പൊ ആൻ അപ്രീസിയേഷൻ ഹൈഫൺ കവിതയുടെ പേരായിരിക്കും ഹെഡിങ്ങിൽ വരിക. ഇനി ഒരു അപ്രീസിയേഷൻ തുടങ്ങുമ്പോൾ അതിൽ ആദ്യത്തെ പാരഗ്രാഫ് എങ്ങനെയായിരിക്കണം? പാരഗ്രാഫ് നമ്പർ 1 അബൌട്ട് ദി പോയറ്റ്. അതിൽ നമ്മൾ കവിയെ കുറിച്ച് പറയണം. ഓതർ, കവി അല്ലെങ്കിൽ ഓതർ,
ഓതർ എന്ന് പറഞ്ഞാൽ എഴുതിയ ആള്, റൈറ്റർ എഴുതിയ ആളിനെ, ഒരു സ്പീക്കർ, ഒരു സ്പീച്ച് ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ അത് സ്പീക്കർ ആയിരിക്കും, സംസാരിച്ച ആളായിരിക്കും. അവരെ കുറിച്ചാണ് നമ്മൾ പാരഗ്രാഫ് നമ്പർ 1 ആദ്യത്തെ പാരഗ്രാഫിൽ ആദ്യമായിട്ട് എഴുതേണ്ടത്. അപ്പൊ ഒരു കവിതയാണെങ്കിൽ ആ കവിത എഴുതിയ കവിയെ കുറിച്ചും, ഒരു പ്രസംഗമാണെങ്കിൽ അതിന്റെ സ്പീക്കറെ കുറിച്ചും, മറ്റെന്തെങ്കിലും വർക്കാണെങ്കിൽ അതിന്റെ ഓതറിനെ കുറിച്ചും നമ്മൾ ആദ്യം പരിചയപ്പെടുത്തുക. അതേ പാരഗ്രാഫിൽ തന്നെ അബൌട്ട് ദി തീം ഓഫ് ദി വർക്ക്, നമ്മൾ എഴുതുന്ന ആ കവിതയുടെ അല്ലെങ്കിൽ ആ ഒരു സ്പീച്ച് ആയിക്കോട്ടെ, അല്ലെങ്കിൽ കവിത ആയിക്കോട്ടെ, പാട്ടായിക്കോട്ടെ, അതിന്റെ തീമിനെ കുറിച്ചാണ് ഒന്നാമത്തെ പാരഗ്രാഫിൽ രണ്ടാമതായിട്ട് നമ്മൾ ഉൾപ്പെടുത്തേണ്ടത്. അപ്പൊ ഒന്നാമത്തെ പാരഗ്രാഫിൽ കവിയെ കുറിച്ചും അതിന്റെ തീമിനെ കുറിച്ചും ഉൾപ്പെടുത്തുക. ഇനി രണ്ടാമത്തെ പാരഗ്രാഫ് എങ്ങനെയാണ്? ഇന്റർപ്രിട്ടേഷൻ ഓഫ് തീം. ആ തീം എന്താണ് എന്നുള്ളത് വിശദീകരിക്കുക. ഷോർട്ട് സമ്മറി ഓഫ് ദി വർക്ക്. നമ്മൾ ഏത് കവിതയുടെ അപ്രീസിയേഷൻ ആണോ എഴുതുന്നത് അതിന്റെ ഒരു ഷോർട്ട് സമ്മറി എഴുതുക. സമ്മറി എന്ന് പറഞ്ഞാൽ എന്താ? ആ ഒരു കവിത മുഴുവനായിട്ട് വായിച്ചിട്ട് നമുക്ക് എന്താണോ മനസ്സിലായത് അത് നമ്മുടേതായ ഭാഷയിൽ എഴുതി വെക്കുന്നതിനെ നമ്മൾ സമ്മറി എന്ന് പറയില്ലേ, അത് ചുരുക്കി എഴുതുക. അപ്പൊ ഇന്റർപ്രിട്ടേഷൻ ഓഫ് തീം, ഷോർട്ട് സമ്മറി ഓഫ് ദി വർക്ക് എന്നുള്ളതാണ് പാരഗ്രാഫ് നമ്പർ 2 രണ്ടാമത്തെ പാരഗ്രാഫിൽ വരുന്നത്. നമുക്ക് ആ കവിത വായിച്ചിട്ട് എന്താണോ മനസ്സിലായത് അത് എഴുതി വെക്കുക. ആ ഒരു ആശയത്തെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായതും എഴുതി വെക്കുക. അത്രയേ ഉള്ളൂ രണ്ടാമത്തെ പാരഗ്രാഫിൽ. ഇനി മൂന്നാമത്തെ പാരഗ്രാഫിലേക്ക് കടക്കാം. അവിടെ എന്താണ്? ലിറ്റററി അല്ലെങ്കിൽ പോയറ്റിക് ഡിവൈസസ് വിത്ത് എക്സാമ്പിൾ. നമ്മൾ ഈ കവിതയിൽ അല്ലെങ്കിൽ നമ്മൾ എന്താണോ ആസ്വാദന കുറിപ്പ് എഴുതുന്നത് അതിലുള്ള ലിറ്റററി അല്ലെങ്കിൽ പോയറ്റിക് ഡിവൈസസ് വിത്ത് എക്സാമ്പിൾ, എക്സാമ്പിളോട് കൂടി എഴുതുക. അപ്പൊ ഏതൊക്കെ പോയറ്റിക് ഡിവൈസുകളാണ് അതിൽ ഉപയോഗിച്ചിട്ടുള്ളത്, അതിന്റെ എക്സാമ്പിൾ ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ എഴുതുക. ഏറ്റവും അവസാനമായിട്ട് പേഴ്സണൽ ഒപ്പീനിയൻ അബൌട്ട് ദി വർക്ക്, നിങ്ങളുടെ വ്യക്തിപരമായ അഭിപ്രായം ആ ഒരു വർക്കിനെ കുറിച്ച്. ഇപ്പൊ കവിത ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആയിക്കോട്ടെ, അതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായം എഴുതുക. പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായം എഴുതുമ്പോൾ നമുക്ക് എന്ത് ചെയ്താം? അത് നമുക്ക് ഇഷ്ടപ്പെട്ട വരികൾ ഏതാണെന്ന് എഴുതാം, എന്തുകൊണ്ടാണ് ഇഷ്ടപ്പെടുന്നതെന്ന് എഴുതാം, ഇന്നത്തെ കാലത്ത് അതിന്റെ പ്രാധാന്യത്തെ കുറിച്ച് നമുക്ക് എഴുതാം. ഇതൊക്കെ അതിൽ എഴുതാം. കാരണം നമ്മുടെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ്, നമ്മളെ വ്യക്തിപരമായ അഭിപ്രായമാണ്. അപ്പൊ ഇങ്ങനെയാണ് ഏറ്റവും സിമ്പിൾ ആയിട്ട് ഒരു അപ്രീസിയേഷൻ എഴുതുക എന്നുള്ളത് ഓർത്തു വെക്കുക. അപ്പൊ ഹെഡിങ് കൊടുക്കുക, അതിന് താഴെ 3 പാരഗ്രാഫ് ആണെന്ന് സങ്കല്പിക്കുക. ഒന്നാമത്തെ പാരഗ്രാഫില് കവിയെ കുറിച്ചും തീമിനെ കുറിച്ചും വിശദീകരിക്കുക. രണ്ടാമത്തേല് അതിന്റെ ഒരു ഷോർട്ട് സമ്മറി, നിങ്ങൾക്കത് വായിച്ചിട്ട് എന്താണോ മനസ്സിലായത് നിങ്ങളുടേതായ ഭാഷയിൽ എഴുതി വെക്കുക. മൂന്നാമതായിട്ട് അതിൽ ഉപയോഗിച്ച പോയറ്റിക് ഡിവൈസസ് എക്സാമ്പിൾ അടക്കം എഴുതി വെക്കുക. അതിൽ തന്നെ നിങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായം കൂടി എഴുതി വെക്കുക. ഇത്രയേ ഉള്ളൂ ഒരു അപ്രീസിയേഷൻ എഴുതാനുള്ള ഫോർമാറ്റ് എന്ന് പറയുന്നത്.